പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസം റിലീസായ മിൻമിനി എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. ഹാലിദ ഷമീം സംവിധാനം ചെയ്തിരിക്കുന്ന മിൻമിനി നിർമ്മിച്ചിരിക്കുന്നത് ഈ സിനിമയുടെ തന്നെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന മനോജ് പരമഹംസ തന്നെയാണ്. ക്യാമറ എന്ന് പറഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ, ഓരോ ഫ്രെയിമുകളും. ഹിമാലയത്തിലേക്കുള്ള യാത്രയുടെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൂർ പോകും പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. പവിത്രമായ സൗഹൃദങ്ങളുടെ കഥ പറയുന്ന ഈ സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്നത് ഖദീജ റഹ്മാനാണ്. അഭിനയിച്ചിരിക്കുന്നതിൽ എസ്തർ അനിലിനെ മാത്രമാണ് എനിക്ക് പരിചയമുള്ളത്. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ഒരു സ്കൂൾ കാലഘട്ടം, അവിടെ ഏത് മത്സരങ്ങളിലും ഒന്നാമനാകുന്ന ഒരു വിദ്യാർത്ഥി, സ്കൂളിലെ കൊച്ചു ഹീറോയാണവൻ. അതിനിടയ്ക്കാണ് മറ്റൊരു പയ്യൻ ആ സ്കൂളിൽ പഠിക്കാനെത്തുന്നത്. ആദ്യം അവർ രണ്ടുപേരും നല്ല ഉടക്കിൽ തന്നെയാണെങ്കിലും പിന്നീട് അവർ തമ്മിൽ നല്ല ഹൃദയം തൊടുന്ന സൗഹൃദത്തിൽ എത്തിച്ചേരുന്നു. ഇതിനിടയിൽ ദാരുണമായ ചില സംഭവങ്ങളുണ്ടാവുകയും അതിനിടയിൽ മറ്റൊരു വിദ്യാർത്ഥിനി കൂടി സ്കൂളിലെത്തുകയും അവരുടെ കോംബോയും എല്ലാം ചേർന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ നമുക്ക് സിനിമ സമ്മാനിക്കുന്നുണ്ട്. ഈ സിനിമയിൽ മറ്റൊരു രസകരമായ സംഗതി എന്തെന്നാൽ ഇതിലെ നായകൻ്റെ ചെറുപ്പകാലവും നായികയായ എസ്തർ അനിലിൻ്റെ ചെറുപ്പകാലവും ചെയ്തിരിക്കുന്നത് അതായത് ഇതിലെ നായികയായ എസ്തർ അനിലും മറ്റേ ചെറുപ്പക്കാരനും തന്നെയാണ്. ആ ഒരു സംഭവത്തിന് ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ. കാരണം ഈ സിനിമയുടെ ആദ്യ ഭാഗം ഷൂട്ട് ചെയ്ത് ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമാണ് നായകനും നായികയും വളർന്നതിന് ശേഷം അവർ വെച്ച് തന്നെ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ കാണിച്ച ഒരു ധൈര്യത്തിന്, അല്ലെങ്കിൽ ഇതിലെ നായകനും നായികയും വളർന്ന് യുവാക്കളാകാൻ കാത്തിരുന്ന ആ പ്രൊഡ്യൂസറുടെ മനസ്സിന് ഇന്നോളം മറ്റൊരു പ്രൊഡ്യൂസറും കാണിക്കാത്തൊരു ധൈര്യമാണത്. നമ്മളിപ്പോൾ ഒരു പ്രൊഡ്യൂസറെ സമീപിച്ചിട്ട് ഒരു കഥയുണ്ട് സാറേ, അതിൻ്റെ കുറച്ച് ഭാഗം ഇപ്പോൾ ഷൂട്ട് ചെയ്യണം, ബാക്കി കുറച്ച് ഭാഗം ഒരു 5-10 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ പ്രൊഡ്യൂസറിന് ഉടനെ ചോദിക്കും, നിനക്ക് തലക്ക് വല്ല കുഴപ്പമുണ്ടോ, അതോ നീ വരുന്നത് ഊളംപാറയെന്നാണോ? എങ്ങനെ ചോദിക്കാതിരിക്കും? ഇന്ന് ഉറങ്ങാൻ കിടന്നിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ ജീവനുണ്ടോ എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലെ വർഷങ്ങളോളം പൈസ മുടക്കിയിടാൻ ഒരു പ്രൊഡ്യൂസറും സമ്മതിക്കില്ല, അല്ലെങ്കിൽ തയ്യാറാവില്ല. അപ്പോഴാണ് മിൻമിനി എന്ന പടത്തിന് വേണ്ടി ഇതുപോലെ കുട്ടികളായ നായകന്മാർ വലുതായിട്ട് അവരെ വെച്ച് തന്നെ സിനിമ പൂർത്തിയാക്കാൻ കാത്തിരിക്കുക എന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടിക്കാലം മറ്റു താരങ്ങളെ വെച്ച് അഭിനയിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തിച്ചിട്ട് ആ സിനിമയുടെ കളക്ഷൻ കാത്തിരിക്കുന്ന പ്രൊഡ്യൂസർമാരാണ് കൂടുതലും. 3 പേരാണ് ഈ സിനിമയിൽ ലീഡ് റോൾ ചെയ്യുന്നത്. 3 പേരും കിടിലൻ പെർഫോമൻസാണ്. എസ്തർ അനിൽ തമിഴിലെ പുതിയ നായികയുടെ കാൽവെപ്പായി മാറും ഈ സിനിമ. കുടുംബസമേതം കാണാൻ കൊള്ളാവുന്ന ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. ഇനി ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.